ഒന്ന് ചേർത്ത് കൊണ്ട് നമുക്ക് മീൻകറി, മുട്ട, എലിശ്ശേരി. മീൻകറി നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കുക, സൂപ്പർ മീൻകറിയാണ്. നമ്മൾ സാധാരണ വെക്കുന്നതിൽ നിന്ന് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വെക്കാറുള്ളതിൽ നിന്നും ഉലുവ പൊട്ടിച്ചിട്ട് നമ്മൾ സവളയൊക്കെ വാട്ടി തേങ്ങ അരച്ച് വെച്ചാൽ സൂപ്പറായിട്ടുള്ള കറി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഉച്ചയിലത്തെ ഭക്ഷണം കഴിച്ചാൽ കിണറിൻ്റെ ഉച്ചയിലത്തെ ഫുഡ് ഇട്ടാം. നമുക്ക് മീൻ കറിയും കൂടി ഒഴിക്കാം. ഓക്കേ, അപ്പം ഞാൻ ഭക്ഷണം കഴിക്കട്ടെ, നിങ്ങളും ഭക്ഷണം കഴിക്കുക. മഴയാണ്, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ആ മഴയത്തൊന്നും ഇറങ്ങണ്ട, ഭയങ്കരമായിട്ടുള്ള വയ്യായികൾ വരും കേട്ടോ. പിന്നെ നമ്മൾ നാരങ്ങ ചിരട്ടത് കുറച്ച് ദിവസമായിട്ടുണ്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കറി വെക്കുന്നത് നിങ്ങളത് കണ്ടോളാം, അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കിയോളൂ കേട്ടോ. എല്ലാവർക്കും ബൈ. മീൻ വയ്ക്കാനായിട്ട് ഞാൻ തീ കത്തിച്ച് ചട്ടി അടുത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവിട്ട് കടുക് ഇട്ടും കുഴമ്പളക് ഇട്ടു, ഒന്ന് വാട്ടിയതിന് ശേഷം വേപ്പിലിട്ട്, പിന്നീട് ഞാൻ അതിലേക്ക് ഒരു ഇഞ്ചിരി കഷ്ണം ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി ചുമന്നുള്ളിയൊക്കെ ഇട്ടു. നന്നായി വാടി വന്നപ്പോൾ അതിൽ പച്ചമുളകും തക്കാളി ഇട്ട് ഇളക്കി അതൊന്ന് വഴറ്റി വരുന്ന വരെ നന്നായി അത് നന്നായി ചെറുതീയിൽ വെച്ചിട്ട് വാട്ടി കൊടുക്കുക, ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ചുവന്നുള്ളിക്ക് നന്നായി ഇതായിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് നാളികേരമൊക്കെ ചെറുകി അതിൽ മുളക്, മല്ലി, മഞ്ഞൾ ഇട്ട് നന്നായി വെണ്ണ പോലെ അരച്ച് ആ വാടി വന്ന ചെറുള്ളിയിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുത്തു കേട്ടോ, ആ ചാറും. പിന്നീട് അതിന് ശേഷം കുറച്ച് കുടപ്പുളിയുടെ വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുത്തു. അപ്പം എന്നിട്ട് നമുക്കത് നന്നായി തിളച്ച് വരണ വരെ വെക്കുക. അത് നന്നായി ചെറുതിയിലിരുന്ന് തിളച്ചതേ പൊന്തി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മീനൊക്കെ എടുത്തിട്ട് അതിലിടാനായിട്ട് മീൻ എടുത്തു വിട്ടു. ആ മീൻ അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി അത് വെച്ച് മൂടി വെച്ച് നന്നായി ഒന്ന് ചെറുതിയിൽ 2-3 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കുക, മീൻ വേവണമല്ലോ. അങ്ങനെ ഞാൻ അതിലിട്ട് കൊടുത്തതിന് ശേഷം അത് വെന്ത് ഭംഗിയായി നല്ലൊരു മണം വരുന്നുണ്ട്. മൂടി വെച്ച് ആവി വന്നപ്പോൾ കേട്ടോ. പിന്നീട് അത് തുറന്ന് ഞാൻ നന്നായി ഉപ്പൊക്കെ സെറ്റാക്കി വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് സൂപ്പർ മീൻ കറി കിട്ടും കേട്ടോ.